ഈ അടുത്ത് പറഞ്ഞെങ്ങനെ വെച്ചാൽ ഞാനിനി വിളിച്ചൊന്നുമില്ല, പെട്ടെന്ന് കോള് മാറിയിട്ട് എനിക്ക് വന്നു. അപ്പം ഞാൻ ആദർശമായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു, പിന്നെയും പാര വെച്ചില്ലേ എന്ന് വെച്ചു. അയ്യോ എനിക്ക് വേറെ ഫോൺ വരുന്നത് കട്ട് ചെയ്തു. അതുകൊണ്ട് ചോദിച്ചു, ആദർശമായിട്ട് വിളിച്ചതാ, വേറെ ആരോ വിളിച്ചതാ, അറിയാതെ വന്നു പോയതാ. അതിൻ്റെ മുൻപ് ഞാൻ കണ്ടപ്പോൾ നേരിട്ട് പറഞ്ഞു, ചെയ്തത് അറിഞ്ഞു, ഡയറക്ടറിനെ പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. ഇത് ഓരോരുത്തരുടെ താല്പര്യമല്ലേ. അതൊക്കെ അവരുടെ ഭാര്യയായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതൊന്നും അല്ല. അല്ലാത്ത റോളിൽ വെക്കുമ്പോഴേ അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത റോളായിരിക്കും. ബന്ധമില്ലാത്ത, പക്ഷെ നല്ല റോളുകളാണ് അതൊക്കെ പോയിട്ടുള്ളത്. അതൊക്കെ പിന്നീട് അവരൊക്കെ ആലോചിക്കുന്നേ കുറച്ച് കഴിയുമ്പോൾ. ഇതൊന്നും ആർക്കും ശാശ്വതമല്ലല്ലോ. ഒരിക്കലും അല്ല. അല്ല, അങ്ങനെയൊക്കെ ഉണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, പണ്ടും ഇങ്ങനെ നടക്കുന്നു. തീർച്ചയായിട്ടും അല്ലേ? ഒരാൾക്കും ഉപകാരം ചെയ്യൽ ഉപദ്രവിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്. നമുക്ക് ഒരാളെ നമുക്ക് കിട്ടും. അതിനൊന്നും ആലോചിച്ച് നിരാശപ്പെട്ട് ഞാനിപ്പോൾ അയാളെ കാണുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക, അതൊന്നുമില്ല, ആവശ്യമില്ല. അത് അവരുടെ ഒരു നമ്മൾ സംസാരിക്കുമ്പോൾ ആ കുറ്റബോധം അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഉണ്ടായിക്കോളും. തീർച്ചയായിട്ടും നമ്മൾ മാറി കിടക്കുമ്പോൾ സന്തോഷമായിരിക്കും. എന്തിനാണത് പറയുന്നത്? നമ്മൾ അറിയുന്നുണ്ട് അറിയിക്കാന്നല്ല. അതെ നിങ്ങൾ ചെയ്യുന്ന അറിയുന്നുണ്ട്, അത്രേ ഉള്ളൂ. അറിയാതെ നമ്മളെ കാണുമ്പോൾ ചിരിച്ചാൽ പോരാ, അതൊന്ന് അറിയിച്ചു കൊടുക്കും. അത് നല്ല ഒരു തീരുമാനമാണ് കേട്ടോ. നമ്മൾ ആളുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ പോയി നമ്മൾ ചിരിച്ച എന്തുണ്ട് വിശേഷം, ഇത് അറിഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മനസ്സിലെ ഒരു എന്നോടത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും പുള്ളിക്ക് അറിയാലോ പുള്ളി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതെ അങ്ങനെ എത്ര പേരോട് ചെയ്തിട്ടുണ്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു പാഠമാവും. പാഠമൊന്നും ഇല്ലാന്ന്, ചെയ്യേണ്ടവർ ചെയ്തുകൊണ്ടേയിരിക്കും, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളത് മൈൻഡ് ചെയ്യാതെ നമുക്ക് ഒരു നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു അരിമണി താഴെ പോയാൽ നമ്മളതെല്ലാം ചിന്തിക്കണം എന്ന് പറയില്ലേ, അതുപോലെ നമുക്കുള്ള വെച്ചതല്ലത്, അത്രയേ ഉള്ളൂ. അതിന് നമ്മൾ പരാതി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഈ പണ്ടൊക്കെ ഡബ്ബിംഗ് ഒക്കെ ചെന്നൈയിലേക്ക് പോകണം, അങ്ങനെയാണല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു ജീവിത യാത്ര? പണ്ട് ചെന്നൈ പോകണം, ട്രെയിനിൽ വലിയൊരു കടമ്പയായിരുന്നു. അത് എങ്ങനെയാണ് ഓർത്തെടുത്ത്? അത് ഷൂട്ടിങ്ങിന് പോകും പോലെ തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല ഷൂട്ടിങ്ങിന്. പക്ഷേ അവിടെ 2-3 ദിവസം താമസിക്കേണ്ടി വരും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഡബ്ബിങ് ചെയ്യുക. അത് മദ്രാസിൽ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം തിരുവനന്തപുരത്തല്ലേ, തിരുവനന്തപുരത്ത്, എറണാകുളത്ത് എവിടെയൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൻ്റെ എല്ലാം തൊട്ടടുത്തല്ലേ, മദ്രാസിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, മദ്രാസിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒക്കെ ടിക്കറ്റ് കിട്ടും. അന്ന് ഏജൻസി പോലെ ഇത്ര ആർട്ടിസ്റ്റുകൾക്ക് ടിക്കറ്റ്, എന്ത് ബുക്കിംഗ് ആയാലും നിങ്ങളുടെ ഡബ്ബിങ്ങിന്റെ സമയത്ത് ഒരാളെ ഏൽപ്പിച്ചാൽ ടിക്കറ്റ് കറക്റ്റ് അല്ലേ? അങ്ങനെയല്ലായിരുന്നു. ടിക്കറ്റ് കൊണ്ടുതരും, ഫോണില്ലല്ലോ. അവര് നമ്മളോട് പറയും അവിടെ ഇന്ന സ്ഥലത്ത് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് പറയും. അങ്ങനെ അവർ ടിക്കറ്റ് കൊണ്ടുവന്ന് കയ്യിൽ തരും. ആ യാത്ര ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. രസമായിരുന്നു. നമ്മൾ അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്, പിന്നെ സെക്കൻഡ് AC, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തേർഡ് ACയോ അന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് എടുത്ത് കളഞ്ഞു. ഫസ്റ്റ് ക്ലാസ് AC അല്ല കേട്ടോ, ഫസ്റ്റ് ക്ലാസ് അതിൻ്റെ അകത്ത് AC ഉണ്ടാവില്ല. അപ്പോൾ അന്ന് നമ്മൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ആണ്. പക്ഷെ ഒറ്റയ്ക്ക് നമ്മൾ 2 സ്ത്രീകളൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം 4 സീറ്റായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതങ്ങോട്ട് ലോക്ക് ചെയ്യും. അന്നൊന്നും പക്ഷേ ഭയങ്കര സുരക്ഷിതത്വമായിരുന്നു, ഇന്നത്തെ പോലെയല്ല. അന്ന് നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് അയ്യോ അങ്ങനെയൊക്കെ യാത്ര ചെയ്തില്ലേ എന്ന് പേടി വരും. ഇന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ നമുക്ക് പേടിയായിരിക്കും. അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ഒരിക്കൽ ഞങ്ങൾ ഇതുപോലെ മദ്രാസിലേക്ക് പോണ സമയത്ത് ഒടുവിലുണ്ണി കൃഷ്ണചേട്ടൻ ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് സീറ്റ് കിട്ടിയത് ഒട്ടും പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ. എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന സ്ത്രീക്ക് കിട്ടിയതാണെങ്കിൽ വേറെ സ്ഥലത്താണ് കിട്ടിയത്. അപ്പം ഞാൻ മാത്രമാണ് ഈ 4 സീറ്റല്ലുള്ളത്. അപ്പോൾ അതിൽ ഞാൻ മാത്രമായിപ്പോയി, ഒറ്റക്കായിപ്പോയി. എനിക്ക് ആകെ ടെൻഷനായി, പേടിയായി, ഇതെന്താ സംഭവം, അറിയാത്ത ആൾക്കാർ. അപ്പോൾ പലരും ഇങ്ങനെ മദ്യത്തിൻ്റെയൊക്കെ സ്മെല്ലും വരുന്നുണ്ട്. ചെറുപ്പമല്ലേ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഉണ്ണിയേട്ടൻ വരുന്നുണ്ട്. ഞാൻ വേഗം പറഞ്ഞു, ചേട്ടാ അവിടെ ഞാൻ ഒറ്റക്കാണ്, അവിടെ വന്നിട്ട് എടുക്കണേ, ഒന്ന് മാറ്റി അവരോട് പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. പുള്ളി പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി. പുള്ളി പിന്നെ ഭയങ്കര പാട്ടും അയ്യോ ഞാൻ വിളിച്ചില്ല. പിന്നെ പുള്ളി വരെ ഉടക്കലും ഒക്കെ കൂടിയായിട്ട് പിന്നെ കുഴപ്പമില്ല, അത് രസമായിരുന്നു. ആ യാത്ര രസമാണ്. എനിക്ക് തോന്നുന്നു ആ ഡബ്ബിങ്ങിന് പോകുമ്പോൾ കുറേ സിനിമകൾ ചെയ്യുമ്പോൾ എല്ലാ സിനിമയ്ക്കും വേണ്ടി ഒരുമിച്ച് പോകാൻ പറ്റുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് ഒരു സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് പിന്നെ പോകേണ്ടി വരുമോ? പിന്നെയാണ് പോകുള്ളൂ അല്ലേ? കാരണം അത് ഓരോരുത്തർക്ക് ഓരോ സമയത്തല്ലേ കിട്ടുള്ളൂ. അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഡബ്ബിങ്ങിന് പോകുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അന്നത്തെ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ ഡബ്ബിങ്. അന്ന് ഒറ്റയടിക്ക് പറഞ്ഞു പോകണം,
ആ പിന്നെ ആദ്യത്തെ പടങ്ങളൊക്കെ കുറേയൊക്കെ ആനന്ദവല്ലി അവരൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ പടങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ അന്ന് ഡബ്ബിങ് അങ്ങനെ കൊടുക്കാറില്ല. പുതിയൊരാൾ വന്നാൽ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ കൊണ്ടേ ചെയ്യിച്ചിരുന്നുള്ളൂ പണ്ടൊക്കെ. നമുക്ക് ചെയ്യാൻ പറ്റില്ല. വളരെ അപൂർവമായിട്ടാണ് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുള്ളൂ. അത് അങ്ങനെയായിരുന്നു പണ്ട്. ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ വേറെ, നമ്മൾ അഭിനയിക്കുക. പക്ഷേ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കും. ആദ്യം ചെയ്ത ഡബ്ബിങ് നമ്മൾ അതിൻ്റെ ശബ്ദം കൊടുത്ത ഏത് സിനിമയ്ക്കായിരുന്നു? ഗസലാണോ സംശയമുണ്ട്. ഇപ്പോൾ അതങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല. ഗസൽ ആണ് മദ്രാസിൽ പോയി ചെയ്തത്. മദ്രാസിൽ പോയി ചെയ്തത്. പിന്നെയുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പോൾ ഏതാ ചെയ്തത്. അത്രയും സിനിമകൾ ചെയ്തില്ലേ. ഒരു മനസ്സിലെപ്പോഴും സന്തോഷമാണല്ലോ, ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റി, ഇപ്പോഴും ഞാൻ നിലനിൽക്കുന്നു എന്ന് ഓർക്കുമ്പം നമുക്കും അഭിമാനമാണ്. സിനത്ത് എന്നൊരു നടിയെ നമുക്കും ഇഷ്ടമായിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ തേടിയത്. എത്രയോ പ്രാവശ്യം വിളിച്ചത്. എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ ഒന്ന് നമ്മളൊന്ന് കൈപിടിച്ച് ഉയർത്തിയ ആരെങ്കിലും ഒരാൾ, അങ്ങനെ ഒരു പേര് പറയാനുണ്ടോ? അങ്ങനെ ഒരു പേര്, വീഴ്ച പറ്റിയ കൈപിടിച്ച് ഉയർത്തുക എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ഘട്ടത്തിൽ ഞാൻ സിനിമകൾ നല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കേട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് ഞാൻ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ആദ്യം വിളിച്ചിട്ടുള്ളത് സിദ്ദിഖ് ലാലും കൂടിയാണ് എന്നെ വിളിച്ചത്. അവർ വിളിച്ചിട്ട് അടുത്ത പടം എനിക്ക് തരികയാണ്. അല്ലെങ്കിൽ എനിക്ക് ഗ്യാപ്പ് വരുമായിരുന്നു. കാരണം ഇത് ആൾക്കാരുടെ മനസ്സിൽ അത്രയും വലിയൊരു എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും എന്തുകൊണ്ട് പിരിഞ്ഞു അതൊന്നും ആർക്കും വിഷയമല്ലല്ലോ, സ്ത്രീകളെയാണല്ലോ കുറ്റപ്പെടുത്തുക. അപ്പോൾ അന്നൊരു ഗ്യാപ്പ് വന്നില്ല എനിക്ക്. അപ്പം തന്നെ ഗൾഫ് ഷോയ്ക്കും എന്നെ അവരിട്ടു, നേരെ പോവുകയാണ്. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ടല്ലാതെ എന്നെ ഒരു ഹെൽപ്പ് ചെയ്യുക, ഇത് തന്നെ ഏറ്റവും വലിയ ഹെൽപ്പാണ്. അല്ല അതാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇരുന്ന് പോവും. ഈ പറഞ്ഞ പോലെ അത്രയും മുതിർന്ന ഒരു എഴുത്തുകാരനായിട്ട് നമ്മൾ അകന്നു പോകുന്നു. അത് വാർത്ത വരുന്നു, വാർത്തകൾ പത്രങ്ങൾ വലുതായിട്ട് ആഘോഷിക്കുന്നു. ആ സമയത്ത് നമ്മളൊന്നും ഇരുന്നാൽ പിന്നെ ആരും വിളിക്കില്ല. ഇപ്പോഴാണെങ്കിൽ ഒന്നും വിഷയമില്ല, അന്നത്തെ ഒരു സമയത്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതെ തീർച്ചയായിട്ടും. ഇപ്പോഴല്ല, അത് അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് അതുപോലെ തന്നെ മിന്നിത്തിളങ്ങി നിൽക്കുവാണ്. അല്ലേ? അപ്പോഴാണ് ഇദ്ദേഹമായിട്ട് കുറച്ച് സമയം എടുക്കും പിന്നെ നമ്മൾ വരാനൊക്കെ. അപ്പം തന്നെ വരണം എന്നില്ല, വരും, സമയമെടുക്കും. കാരണം അങ്ങനെ അങ്ങോട്ട് തള്ളി ഇതൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല, പക്ഷേ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അല്ല, അന്ന് നമ്മൾ പവർഫുൾ ആണല്ലോ സിനിമയിൽ. അതെ, അല്ലെങ്കിൽ നമ്മളൊന്നും അല്ലാതെ ഇപ്പോൾ അതെ സിനിമയിൽ നമ്മുടെ ക്യാരക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ അടുത്ത ആളുകൾ. അന്ന് ഗൾഫ് ഷോ പോയത് എനിക്ക് തോന്നുന്നത് സിദ്ദിഖ് ലാൽ ഗാലക്സി നല്ല, ഞാനും ജഗദീഷ് പിന്നെ കൽപ്പന ഒക്കെ നല്ല VHS കാസറ്റാണ് വരുന്നത്. നല്ല രസം എന്ന് പറഞ്ഞിട്ടൊരു സ്കിറ്റ് ഭയങ്കര രസമായിരുന്നത്. ഗീത, മോഹിനി, മനോജ് കെ ജയൻ, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. മനോജ് ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തോ ഒരു സൗഹൃദം അല്ലേ ആ കാലഘട്ടത്തിലുള്ളവർ ഇപ്പോഴും. ശരിക്കും അത് നല്ല രസമായിരുന്നു. ആദ്യത്തെ ഗൾഫ് ട്രിപ്പല്ലേ. പിന്നെ എത്ര ഷോയ്ക്ക് പോയിട്ടുണ്ട്? പിന്നെ ഷോയ്ക്കൊന്നും അധികം പോയിട്ടൊന്നുമില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.